എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര സാമൂഹിക ഉന്നമനം നേടിയാലും, വർഗബോധം എന്നുള്ളത് മനുഷ്യന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അന്തർലീനമായ വികാരമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകളുടെ പിന്തുണയോടുകൂടി മാത്രമേ മുൻപോട്ട് ചലിക്കാൻ പ്രാരംഭകാലം മുതലേ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ തലച്ചോറിലെ അന്തർലീനമായ അല്ലെങ്കിൽ മാറ്റാൻ കഴിയാത്ത ഒരു ബോധമാണ് സമൂഹ വർഗബോധം. ഈ ഒരു സഹജവാസനയുടെ ആധുനികമായ പരിവേഷമാണ് ജാതി മത വർഗീയത. ഇന്നത്തെ ജനസമൂഹത്തിന് ഒരുപക്ഷെ ജാതിയുടെയോ മതത്തിന്റെയോ പിന്തുണയോടുകൂടി അല്ലാതെ ജീവിക്കാൻ കഴിയുമെങ്കിലും ഈ ബോധം നമ്മുടെയൊക്കെ തലച്ചോറിൽ താഴ്ന്നു കിടക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടങ്ങളെയും പല തീരുമാനങ്ങളെയും തുടർച്ചയായി സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യന്റെ തികച്ചും ശാസ്ത്രീയമായ സൈക്കോളജിക്കൽ സ്വഭാവ സവിശേഷതകളാണ്. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഇഷ്ടം എന്നുള്ളതിൽ ഈ പറഞ്ഞ വർഗബോധം നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ശരിയായ ഉത്തരം. വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയ സൈറ്റുകൾ നോക്കിയാൽ തന്നെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ വർഗബോധത്തിന് സ്വാധീനപ്പെട്ടുകൊണ്ടാണ്. ഇത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാര്യത്തിൽ മാത്രമല്ല, ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും ഇഷ്ടങ്ങളിലും ഇങ്ങനെയൊരു കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. മോഹൻലാലിന് കൂടുതൽ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫോളോവേഴ്സ് ഉള്ളതുപോലെ മമ്മൂട്ടിക്ക് തൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. ഈ ബോധം എന്നാൽ ഫാൻസിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നല്ല. ഇവ ഈ പറയുന്ന താരങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ചായ്വുകളിലും പ്രത്യക്ഷമായി കാണാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നത് പൂർണ്ണമായി മനുഷ്യന്റെ തെറ്റുകൊണ്ടല്ല, മറിച്ച് ആദ്യം പറഞ്ഞതുപോലത്തെ മനുഷ്യന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കൊണ്ടാണ്. എന്നാൽ ഇതിനെ മനുഷ്യന് തീർച്ചയായും മറികടക്കാൻ കഴിയും. അതിന് ശക്തമായ യുക്തിയുക്തമായ ചിന്താശക്തിയെ കാലങ്ങൾ എടുത്ത് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ തലച്ചോറ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് തൻ്റെ ഇഷ്ടങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ട ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്ന തരത്തിലാണ്. ഒരുപക്ഷെ ഈ ചിന്തകളെ സ്വാധീനിക്കുന്ന ചട്ടക്കൂടുകളിൽ നിന്ന് മനുഷ്യൻ പുറത്തു കിടക്കേണ്ട സമയം അതിക്രമിച്ചു. ശാസ്ത്രവും ടെക്നോളജിയും ഇത്ര വികസിച്ചിട്ടും മനുഷ്യനിലെ വർഗീയ ബോധം ഇപ്പോഴും പഴയതുപോലെ നിലനിൽക്കുന്നത് സത്യത്തിൽ ലോക സമാധാനത്തിന് തന്നെ തടസ്സമാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നമ്മളുടെ ശരിയും തെറ്റും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ യഥാർത്ഥത്തിൽ ശരിതെറ്റുകൾ ആണോ? അല്ല നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ശരിതെറ്റുകളാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.